അഭിപ്രായങ്ങൾ പറയുന്നതിനകത്ത് ശരിക്കും എന്താ സംഭവിച്ചത്? ഈ ഉന്നതരാരാ? ഇതിനകത്ത് 3 പ്രതികളുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ ജനങ്ങൾക്ക് വ്യക്തമായ വിഷയമാണ്. ഇതിൽ പോലീസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഒരു വ്യക്തി മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം വണ്ടി മദ്യപിച്ച് അദ്ദേഹമാണ് വണ്ടി ഇടിച്ചതെന്നാണ് പറയുന്നത്. പോലീസ് ഇവിടുത്തെ സിഐയും പോലീസും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതിലുണ്ടായിരുന്ന മറ്റു 2 പേരാണ്. ഇതിൽ ആരാണ്? അത് ആരൊക്കെയാണ്? അത് ഈ പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ഈ പറയുന്ന വ്യാപാരി, നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാരിയുമാണെന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും സംസാരം. അതാണെന്നുള്ളതാണ് നമ്മളിപ്പം വിശ്വസിക്കുന്നത്. കാര്യം ഇതിൽ ഉന്നതമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഡ്രൈവർ മുഖാന്തരം ആരാണ് നേരിട്ടൊക്കെ പറയുന്നത്? ആരാണ്? നാട്ടുകാർ സംശയിക്കുന്നതാണ് അജിത ബീഗത്തിന്റെ. ഞങ്ങൾക്ക് ഇന്ന് അറിയാൻ കിട്ടിയില്ല. ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് രാത്രി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നമ്മളിവിടെ നടത്തി. അതിനുശേഷം ഇന്ന് രാവിലെ തുടരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫോൺ കോളുകൾ വരെയാണ്. അതിൽ നമുക്ക് ഇന്ന് അറിയാൻ സാധിച്ചത് അജിത ബീഗം എന്ന് പറയുന്ന DIG, ആ DIGയുടെ ഡ്രൈവർ ജിത്തു എന്ന് പറയുന്ന ഡ്രൈവർ മുഖേന ഇവിടുത്തെ കിളിമാനൂർ CAക്ക് 60,000 രൂപ ഈ വിഷയത്തിൽ കോഴ നൽകിക്കൊണ്ട് ഈ 2 പ്രതികളെ സംരക്ഷിക്കുന്നതിന്, അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകളും ഉന്നത പോലീസ് ഇടപെടലുകളും ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് പോകാൻ ഈ വാഹനം ഓടിച്ചത് ഈ പിടിച്ചു എന്ന് പറയുന്ന, നേരത്തെ പിടിച്ചു ബ്ലഡ് സാമ്പിൾ എടുത്തു എന്ന് പറയുന്ന ആളാണെന്ന് നമ്മൾ ഇപ്പോഴും സംശയിക്കുന്നു. ഈ 3 പേര് ഒരേപോലെ കുറ്റക്കാരാക്കി അവരെ ഇടിച്ചിട്ട് അവരെ രക്ഷിക്കാതെ പോയി ഈ 2 ജീവൻ, ഇന്നലെയും കൂടിയായി 2 ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണ് ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ ബാക്കിയുള്ള ഈ 2 പേരെയും കൂടെ കണ്ടെത്തി അവരെ പ്രതികരണം എന്നാണ്. ഈ താര ജീപ്പ് എവിടെയുള്ള അവിടെ ഉണ്ടോ? നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടത് കിളിമാനൂരിലെ ഒരു സാമൂഹിക പ്രവർത്തകന്റെ ശബ്ദശകലമാണ്. അതായത് ജനുവരി 4-ന് കിളിമാനൂരിൽ ഉണ്ടായ അപകടത്തെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. കിളിമാനൂരിൽ ജനുവരി 4-ന് രജിത്ത് അംബിക ദമ്പതിമാർക്ക് നേരെ ഥാർ ജീപ്പ് ഇടിച്ചു കയറ്റി കൊലപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് രജിത്തും അംബികയും കൂടി തങ്ങളുടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ഥാർ വന്ന് ഇടിക്കുകയും, ഥാർ ജീപ്പ് കൊണ്ടുവന്ന് ഇടിക്കുകയും, ആ ഇടിക്കുന്ന സമയത്ത് തന്നെ തറയിൽ വീണ് കിടന്നുകൊണ്ട് രജിത്ത് വിളിച്ചു പറയുന്നുണ്ട്, ഒരു കാരണവശാലും ജീപ്പ് പുറകിലേക്ക് എടുക്കരുത്, തൻ്റെ ഭാര്യ അവിടെ കിടക്കുന്നുണ്ട്, ഭാര്യയുടെ മുകളിലൂടെ കയറി ഇറങ്ങും എന്ന രീതിയിൽ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ദൃക്സാക്ഷികൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന വ്യക്തികളും ഇതേ രീതിയിൽ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, ഒരു കാരണവശാലും ജീപ്പ് പുറകിലേക്ക് എടുക്കരുതെന്ന്. ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ജീപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ പുറകിലേക്ക് എടുക്കുകയും ആ ജീപ്പ് അംബികയുടെ നെഞ്ചിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. തുടർന്നാണ് ഈ ജനുവരി 7-ാം തീയതി അംബിക മരണപ്പെടുന്നത്. അതായത് അംബിക മരണപ്പെട്ടു, ഇന്നലെ രജിത്ത് മരണപ്പെട്ടു. ഇതിൽ വലിയ ആസൂത്രണം, അതായത് രജിത്തിൻ്റെയും അംബികയുടെയും കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കൊലപാതകത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തിൻ്റെ DIGയുടെ ഓഫീസിൽ നിന്നാണ് കോൾ പോയത്. ഇതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ DIG അജിത ബീഗത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അജിത ബീഗത്തിൻ്റെ ഓഫീസിൽ നിന്ന് കോള് നേരെ കിളിമാനൂരിലെ CAയുടെ ഓഫീസിലേക്ക് എത്തുകയും CA ജയനാണ് ഈ രീതിയിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതായത് പോലീസ് പറയുന്നത് ഇതിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ, ഥാർ ജീപ്പ് ഓടിച്ചിരുന്ന പ്രതി. എന്നാൽ മറ്റ് പ്രതികളൊന്നും തന്നെ ഇതിൽ ഇല്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ 2 പ്രതികൾ ഇതിന് പുറമേ ഉണ്ട് എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. അതായത് ഈ ഥാർ ജീപ്പിൽ 3 പേരുണ്ടായിരുന്നു, 2 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഇവരിൽ ഒരാൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും മറ്റൊരാൾ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. അതായത് അതുകൊണ്ടാണ് ഈ അജിത ബീഗത്തിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഈ രീതിയിൽ കിളിമാനൂരിലേക്ക് കോൾ പോയതും അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിയതും. രജിത്ത് അംബിക ദമ്പതിമാർക്ക് കേവലം 1.5 വയസ്സും 6 വയസ്സും പ്രായമുള്ള 2 കുട്ടികൾ മാത്രമാണുള്ളത്. ഈ 2 കുട്ടികൾക്ക് ഇനി ആരാണ്? ഈ 2 കുട്ടികൾക്ക് ഇനി രക്ഷകർത്താക്കളായിട്ട് ആരാണ്? അവരുടെ അച്ഛനെയും അമ്മയും കൊന്നുകളയുകയായിരുന്നു. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി, ഥാർ ജീപ്പ് ഓടിച്ചിരുന്ന പ്രതി നെയ്യാറ്റിൻകരയിലുള്ള ഒരു വ്യാപാരിയാണെന്നും ഈ വ്യാപാരിയെയും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പോലീസ് ശ്രമങ്ങൾ നടത്തിയതെന്നുമാണ് പറയപ്പെടുന്നത്. അതായത് ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇതാ ഈ വാർത്തയിലൂടെ, ഈ വിവരത്തിലൂടെ വീണ്ടും ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ സ്വൈര ജീവിതത്തിന്, ഇവിടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ട
പോലീസ് തന്നെ ഈ രീതിയിൽ അവരെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ കൊലപാതകികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിൽക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃക്സാക്ഷി വിവരങ്ങളോ ദൃക്സാക്ഷികളെ കേൾക്കുവാനോ അല്ലെങ്കിൽ ബന്ധുക്കളെ കേൾക്കുവാനോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല. പോലീസ് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുവാനും ഈ കേസിൽ നിന്ന് പിന്തിരിയുവാനും വേണ്ടിയിട്ടാണ് ഇവരെ ഉള്ള ശ്രമങ്ങളാണ് ഇതിനെതിരെ നടത്തിയത്. ഇന്നലെ ഈ ഥാർ ജീപ്പ് കത്തിക്കുകയുണ്ടായി. 10:30 ശേഷമാണ് ഈ ഥാർ ജീപ്പ് കത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ ജീപ്പാണ് ഈ പരിസരത്ത് വെച്ച് തന്നെ കത്തിച്ചത്. ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നടന്നത്. അതായത് ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളും അടക്കം നിരവധി ആൾക്കാർ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നു. പിഞ്ചു കുട്ടികളടക്കം ആ സ്റ്റേഷന് മുന്നിലുണ്ടായിരുന്നു. അവർക്ക് നേരെയും പോലീസ് അവരെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു അപ്പോഴും നടത്തിയത്. എന്നാൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ഇതിന് അനുനയ നീക്കങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ഇത് ആസൂത്രിതമായിട്ട് നടത്തിയ ഒരു കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ്. സത്യത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപകടം ആണ് എങ്കിൽ പോലും ആസൂത്രിതമായ ഒരു കൊലപാതകത്തിന്റെ ഛായ തന്നെ ഉണ്ടായിരുന്നു അതിന്. അതായത് ജീപ്പ് കയറ്റി ഇറക്കുക എന്ന് പറഞ്ഞ എന്ത് നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ചുറ്റുമുള്ളവരെല്ലാം വിളിച്ചു പറഞ്ഞതിന് ശേഷം. എന്നിട്ടും അതിലുള്ള പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലീസിനെ നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.